ഇന്ന് മെയ് 3 വെള്ളിയാഴ്ച. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇലക്ഷൻ ദിവസത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ ദിലീപ് സിനിമയാണല്ലോ പവി കെയർ ടേക്കർ. സിനിമ കൃത്യം 8 ദിവസങ്ങൾ തിയേറ്ററുകളിൽ ഇന്നത്തോടെ പിന്നിടുകയാണ്. സിനിമയുടെ ഏറ്റവും പുതിയ കേരള ട്രാക്കിംഗ്, ഒപ്പം തന്നെ കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കുകളെല്ലാം തന്നെ പതിവ് പോലെ ഇന്നും പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം സിനിമയ്ക്ക് ഏറ്റവും കളക്ഷൻ കുറവുള്ള ദിവസമായിട്ട് ഇന്ന് പുതിയ രണ്ടാമത്തെ വെള്ളിയാഴ്ച മാറുകയാണ്. ഇന്നലെ ഇതേ സമയം 16 ലക്ഷത്തിന് മുകളിലായിരുന്നു സിനിമയുടെ കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത് 10 ലക്ഷത്തിന് മുകളിലാണ്. ഇന്ന് 20 ലക്ഷം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമ ഇന്നത്തോടെ 5 കോടി 60 ലക്ഷത്തിനടുത്ത് കേരള ഗ്രോസിലേക്ക് വെറും 8 ദിവസങ്ങൾ കൊണ്ടെത്തപ്പെടുന്നതാണ്. നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടും ദിലീപ് സിനിമയ്ക്ക് അത്ര മികച്ച കളക്ഷൻ അല്ല കേരളത്തിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പവി കെയർ ടേക്കർ എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ 2 പുതിയ മലയാളം സിനിമകൾ റിലീസ് ചെയ്തത് പവിയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് കേരള ബോക്സ് ഓഫീസ് കണക്കിൽ നിന്ന് വ്യക്തമാകുന്നു. ഇന്നത്തോടെ 8 ദിവസങ്ങൾ കൊണ്ട് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് നാം പ്രതീക്ഷിക്കുന്നത് 8 കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷനാണ്. തിയേറ്ററുകളിൽ ഏറെക്കുറെ പരാജയം ഉറപ്പാക്കിയ പവി കെയർ ടേക്കർ എന്ന സിനിമയ്ക്ക് ഇനി 2 പ്രധാനപ്പെട്ട ദിവസങ്ങൾ ശനി ഞായർ ദിവസങ്ങളായിട്ട് ലഭ്യമാക്കുന്നുണ്ട്. അടുത്ത 2 ദിവസങ്ങളിൽ പവി കെയർ ടേക്കർ എത്രത്തോളം കളക്ഷൻ തിയേറ്ററുകളിലെ കേരളത്തിലടക്കം നേടിയെടുക്കുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. വെറും 10 കോടിയിൽ താഴെ മാത്രം ബഡ്ജറ്റുള്ള സിനിമയായിട്ടും ലോ ബഡ്ജറ്റ് സിനിമയായിരുന്നിട്ടും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടും ദിലീപിന്റെ സേഫ് സോൺ സിനിമയായിട്ടും പവി വിജയിക്കാതെ പോകുന്നുണ്ടെങ്കിൽ ദിലീപിന്റെ പഴയ ഒരു സ്റ്റാർഡം പ്രതാപമെല്ലാം തന്നെ നഷ്ടപ്പെട്ടു എന്ന് ഒരിക്കൽ കൂടി ഉറപ്പാകുകയാണ്. കാത്തിരിക്കൂ പവിയുടെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.